ഇസ്രായേൽ യുഎസിന്റെ പിടിയിൽ നിന്ന് വഴുതി മാറുകയാണോ? കഴിഞ്ഞ ആഴ്ച നടത്തിയ ഒരു അഭിമുഖത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള തൻ്റെ നിലപാടുകൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദീകരിച്ചിരുന്നു. സൗദി അറേബ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ, പലസ്തീൻ അതോറിറ്റി ചെയർമാൻ മഹ്മൂദ് അബ്ബാസുമായുള്ള ചർച്ചകൾ, പലസ്തീൻകാരൻ മർവാൻ ബർഗൌട്ടിയുടെ മോചനം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളെക്കുറിച്ചും ട്രംപ് സംസാരിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഈ ലോകത്തോട് പോരാടാൻ കഴിയില്ലെന്ന് താൻ പറഞ്ഞതായി പ്രസിഡന്റ് പറഞ്ഞു. ലോകം നമ്മുടെ ആക്രമണത്തിൽ മടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ലോകത്തോട് പോരാടാൻ കഴിയില്ല. നിങ്ങൾക്ക് വ്യക്തിഗത യുദ്ധങ്ങൾ നടത്താൻ കഴിയും, പക്ഷേ ലോകം നിങ്ങൾക്കെതിരാണ്. ലോകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ വളരെ ചെറിയൊരു രാജ്യമാണ്. നെതന്യാഹുവിനോട് ഇക്കാര്യം പറഞ്ഞതായി ട്രംപ് വെളിപ്പെടുത്തി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ പരമാധികാരം പ്രയോഗിക്കാനുള്ള പ്രാഥമിക വോട്ടെടുപ്പ് നെസറ്റ് പാസാക്കിയതിനെക്കുറിച്ചും ട്രംപ് സംസാരിച്ചു. അത്തരമൊരു നീക്കം അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. അത് സംഭവിക്കില്ല, ട്രംപ് പറഞ്ഞു. ഞാൻ അറബ് രാജ്യങ്ങൾക്ക് വാക്ക് നൽകിയതിനാൽ അത് സംഭവിക്കില്ല. നിങ്ങൾക്കിപ്പോൾ അത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് വലിയ അറബ് പിന്തുണ ലഭിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നുള്ള എല്ലാ പിന്തുണയും നഷ്ടപ്പെടും, ട്രംപ് വ്യക്തമാക്കി. അതിനിടയിലാണ് വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതായി സൂചന വരുന്നത്. ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കലിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം ട്രംപ് മാറ്റുമെന്നാണ് ഇസ്രായേലിന്റെ ധനമന്ത്രി സ്മോട്രിച്ച് പറയുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിന്മേൽ ഇസ്രായേൽ പരമാധികാരം പ്രഖ്യാപിക്കണമെന്നും പലസ്തീൻ രാഷ്ട്രമെന്ന അപകടകരമായ ആശയം ഇല്ലാതാക്കണമെന്നും തീവ്ര വലതുപക്ഷ ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് ആവർത്തിച്ചു. ഗാസയിലെ കരാറിനും അബ്രഹാം ഉടമ്പടികൾ വികസിപ്പിക്കുന്നതിനും പകരമായി പരമാധികാരം ഉപേക്ഷിച്ച് അറബ് രാജ്യങ്ങൾക്ക് അത് വിറ്റ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ തനിക്ക് പരാതിയില്ലെന്ന് സ്മോട്രിച്ച് പറഞ്ഞു. ബന്ധുക്കളുടെ പ്രശ്നത്തിലെന്ന പോലെ ഇസ്രായേലിന്റെ യഥാർത്ഥ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ അഭിപ്രായം മാറ്റുമെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഗാസ സമാധാന പദ്ധതിയിലും ഇസ്രായേലിന്റെ നിലപാടിനെതിരെ നിൽക്കുകയാണ് അമേരിക്ക. തുർക്കിയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അമേരിക്ക. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന രാജ്യമാണ് തുർക്കി. ഗാസയിൽ തുർക്കിക്ക് ക്രിയാത്മകമായ പങ്കുണ്ടാകുമെന്നാണ് യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കരാർ നിലനിൽക്കുമെന്നാണ് ശുഭപ്രതീക്ഷയെന്നും വാൻസ് പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചിരുന്നു. ഇതോടെ കടുത്ത ആശങ്കയിലാണ് ലോകം. പിന്നാലെ വെടിനിർത്തൽ കരാർ പോലും പ്രതിസന്ധിയിലായി. ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വാൻസ് ഇസ്രായേലിലെത്തിയത്. രാജ്യാന്തര സേനയുടെ ഭാഗമായി തുർക്കി സേനയെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം ഗാസ യുദ്ധത്തോടെയാണ് നഷ്ടമായത്. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തെ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ വിമർശിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. തുർക്കിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഗാസ സമാധാന കരാറിന് വഴങ്ങാൻ ഹമാസ് തയ്യാറായത്. ഗാസയിലെ സമാധാന സേനയിൽ തുർക്കി ഉണ്ടാകുമെന്ന് തയ്യിബ് എർദോഗാൻ വ്യക്തമാക്കിയിരുന്നു.